ഹായ് ഫ്രണ്ട്സ്, എവറിബഡി എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? നമുക്ക് എക്സാം ഒക്കെ ഇങ്ങ് അടുത്തിരിക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 10th സ്റ്റാൻഡേർഡിലെ SSTയിലെ കുറെ ഇമ്പോർട്ടന്റ് പോർഷൻസ് നമുക്ക് നോക്കിയാലോ? അല്ലെ, എക്സാം ആയിട്ട് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. അല്ലെ, എന്തായിരിക്കും നമുക്ക് ആ ചാപ്റ്ററിൽ? ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു പിക്ചറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പൊ ആരായിരുന്നു ഫെഡറിക് സോറിയോ? ആരായിരുന്നു? ഫെഡറിക് സോറിയോ? ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം എന്താണ്. In 1848, Frederic Sorio, a French artist, created a series of prints depicting his vision of worlds composed a ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. അദ്ദേഹം എന്താ കാണിക്കുന്നത്? അന്നത്തെ കാലത്ത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിപ്പബ്ലിക് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് താഴെ കാണാം ഒരുപാട് റിമൈൻസുകളൊക്കെ കാണാം. അതെന്താണ്? ചിതറിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ എന്താണ്, മുകളിലൊരു യേശു എന്താണ് കുരിശു വെച്ച് നിൽക്കുകയാണ്. അദ്ദേഹം എന്താണ് നിൽക്കുന്നത്? അവിടെ എൻലൈറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പിന്നെന്താണ് നമുക്കിവിടെ കാണിക്കുന്നത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഒരുപാട് ഫ്ലാഗ്സുകൾ കാണാം. ആ ഫ്ലാഗ്സ് എന്താ പറയുന്നത്? ഒരു മൊണാർക്കി സിസ്റ്റം ആണ്. യൂറോപ്പിൽ എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്താണ്, ഫ്രാൻസിൽ എന്താണ്, സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെ? ഇവിടെ എന്താ കാണിക്കുന്നത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അല്ലെങ്കിൽ എന്താണ്, സിംബലൈസിങ് ഫ്രീഡം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പിക്ചറോട് കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആയിരുന്നു എന്ത്? ഫ്രഞ്ച് റവല്യൂഷൻ, അല്ലേ? ഫ്രഞ്ച് റവല്യൂഷൻ എന്തായിരിക്കും? നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ എന്താന്ന് കാണിക്കുന്നത്? ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, അല്ലെ? മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറയുന്നത്? ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൽ എന്താ പറയുന്നത്? നാഷണലിസം എന്താണ്, അല്ലെങ്കിൽ 18th സെഞ്ചുറിയിലൊക്കെ ആയപ്പോഴേക്കും എന്താണ് യൂറോപ്പ് എന്ന് പറയുന്നത്? വാസ് നോട്ട് കമ്പോസ്ഡ് ഓഫ് നാഷൻ സ്റ്റേറ്റ് ആസ് വർ റെക്കഗ്നൈസ് ദം ടുഡേ. അവിടെ ഏതൊക്കെയാണ് റീജിയൻസ് ഏതൊക്കെയാ പറയുന്നത്? ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറയുന്നത് എന്താണ്? നമുക്ക് പഠിക്കുന്നുള്ളത് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, അതുപോലെ യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഏതെങ്കിലും ഒരു യൂണിഫിക്കേഷനും വന്നിട്ടുണ്ടായിരിക്കും. മേ ബി യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ ആയിരിക്കാം, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ആയിരിക്കാം, അതൊക്കെ വരും. അത് എന്താണ്, നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്, അല്ലെ? പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് ദ നേഷൻ. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്, ഫ്രഞ്ച് റവല്യൂഷന്റെ ഇയർ പഠിക്കാൻ നല്ല സുഖമാണ്. 1789. 789. അപ്പൊ ആ ഇയർ നമ്മൾ മറക്കുവോ? ഇല്ല. ഫ്രഞ്ച് റവല്യൂഷന്റെ ഇയർ എന്ന് പറയുന്നത് എന്താ? 1789. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? എന്താണ്? ദ കോൺസെപ്റ്റ് ഓഫ് നാഷണലിസം എമർജ്ഡ് പ്രൊമിനന്റ്ലി ഡ്യൂറിംഗ് ദ, എന്താണ് ഡ്യൂറിംഗ് ചെയ്തിട്ടുള്ളത്? പ്രൊമിനന്റ്ലി ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ 1789. ഫ്രഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസുവാസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി എന്താണ്? കംപ്ലീറ്റ് അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്നു ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫ്രാൻസുവാസ് കംപ്ലീറ്റ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് റൂൾഡ് ബൈ ആൻ അബ്സല്യൂട്ട് മൊണാർക്കി ബിഫോർ ദ റവല്യൂഷൻ. അങ്ങനെ പറയാൻ പറ്റുമല്ലോ, അല്ലെ? പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? ഫ്രാൻസ് എന്താണ് പറയുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ ബ്രോട്ട് സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ട്രാൻസ്ഫറിംഗ് സോവറിറ്റി ഫ്രം ടു മൊണാർക്കി ടു ഫ്രഞ്ച് സിറ്റിസൺ. അതുപോലെ എന്താ പറയുന്നത്? ലാ പാട്രി ആൻഡ് ലേ സിറ്റിയം. എന്തായിരിക്കും അവിടെ പറയുന്നത്? നമുക്ക് കാണാം. ലാ പാട്രി എന്ന് വെച്ചാൽ ദ ഫാദർലാൻഡ്, അതുപോലെ ലേ സിറ്റിയോൺ എന്ന് വെച്ചാൽ എന്താണ്? ദ സിറ്റിസൺ. അവിടേക്ക് എന്താ പറയുന്നത്? അതാണ് ഇവിടെ ഈക്വൽ റൈറ്റ്സ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെ? നമുക്കറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അബ്സല്യൂട്ട് മൊണാർക്കി സിസ്റ്റമാണ് ഫ്രാൻസിലോട്ട് ഈ ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് എന്ത്? ഒരു ഡെമോക്രസി എന്നുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു തോട്ട് അവരിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ കാണിക്കുന്നത്? ലാ പാട്രി ലാ സിറ്റിയോൺ നമ്മൾ പറഞ്ഞു. അതുപോലെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെ? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് യൂണിഫോം ലോസ് കൊണ്ടുവരണം. അതുപോലെ എന്താണ്? ഒരു യൂണിഫോം ലാംഗ്വേജ് വേണം. നമ്മൾ
നമ്മൾ നേരത്തെ ഒരു ഫെഡറിക് സോറിയുടെ ഒരു പിക്ചർ, അദ്ദേഹം ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പിക്ചറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് എന്ത്, ഒരുപാട് ഓരോ വ്യക്തിക്കും ഓരോ ഫ്ലാഗ് ആയിരുന്നു. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ഫ്ലാഗ് ഉള്ളൂ അല്ലെ. അപ്പൊ ഇന്ത്യ നമുക്ക് ആ ഒരു ഫ്ലാഗ് കാണുമ്പോൾ എന്താണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ പഠിക്കാറില്ലേ, എന്തെന്നാ പഠിച്ചത്, ചോര തിളയ്ക്കണമെന്നൊക്കെ നമ്മൾ പഠിട്ടില്ലേ, അതുപോലെ. പക്ഷെ ഫ്രാൻസിൽ എന്തായിരുന്നു, അങ്ങനെയല്ല. ഡിഫറെന്റ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് വില്ലേജസിൽ എന്താണ്, ഓരോരുത്തർക്കും ഓരോ ഫ്ലാഗ് ആയിരുന്നു. പക്ഷെ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അവരെന്തായിരുന്നു, ഒരൊറ്റ ഒരു നാഷൻ വേണം, അല്ലെങ്കിൽ ഒരൊറ്റ യൂണിഫോമിറ്റി വേണം, ഒരൊറ്റ ലോ വേണം എന്നൊക്കെ കൊണ്ടുവന്നു. പിന്നെന്താ, നെപ്പോളിയൻ കേട്ടിട്ടുണ്ടായിരിക്കും. നെപ്പോളിയൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡിങ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആണ്. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ്ഡ് റിഫോംസ് ലൈക്ക് ദ നെപ്പോളിയനിക് കോഡ്. അങ്ങനെയും നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് നെപ്പോളിയനിക് കോഡ് എന്നുള്ള ഒരു സിസ്റ്റം ചോദിക്കാം. അദ്ദേഹം എന്താണ് പറയുന്നത്, പ്രൊമോട്ടിംഗ് ഇക്വാളിറ്റി ആൻഡ് എന്താണ് പ്രോപ്പർട്ടി റൈറ്റ്സ് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര് കൊണ്ടുവന്നത്, നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ്, അണ്ടർ നെപ്പോളിയൻ എന്തായിരിക്കും അവിടെ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് were implemented across region under French control, simplifying division and abolishing in the feudal system. എന്തായിരിക്കും, ഫ്യൂഡൽ സിസ്റ്റത്തെ എന്താണ് അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് കൊണ്ടുവന്നത്. ഈ ഒരു സിഗ്സാഗ് ചാർട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും. എന്താണ് ഇവിടെ സിഗ്സാഗ് ചാർട്ടിൽ കാണിക്കുന്നത്, അബ്സല്യൂട്ട് മൊണാർക്കി സിസ്റ്റം ആയിരുന്നു ആദ്യം ഫ്രാൻസില്. പിന്നെ എന്താണ്, ഫ്രഞ്ച് റവല്യൂഷൻ ബിഗിൻ ചെയ്തു. അതിനുശേഷം എന്തായിരുന്നു, ട്രാൻസ്ഫർ ഓഫ് സോവറിറ്റി വന്നു. അതിനുശേഷം എന്താണ്, പ്രൊമോഷൻ ഓഫ് ഷെയർഡ് ഐഡന്റിറ്റി വന്നു. അതിനുശേഷമാണ് നെപ്പോളിയൻ എന്ത് കൊണ്ടുവന്നത്, ഇൻട്രൊഡക്ഷൻ ടു നെപ്പോളിയൻ സിംബൽ. അതിനുശേഷം എന്ത് വന്നു, ഫോർമേഷൻ ഓഫ് നാഷണൽ അസംബ്ലി കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് വന്നു, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അവസാനമാണ് എന്ത് വന്നത്, നെപ്പോളിയനിക് റിഫോംസ്. അപ്പൊ നമുക്ക് ഇത്രയും വന്ന പോർഷനിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ചോദിക്കാം. ഫ്രഞ്ച് റവല്യൂഷൻ ചോദിച്ചില്ലെങ്കിലും ഈ ഒരു ചോദ്യം ചോദിക്കും, യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, യൂണിഫിക്കേഷൻ ഓഫ് ഫ്രാൻസ്. ആ ഒരെണ്ണത്തിലെ യൂണിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ആ യൂണിഫിക്കേഷൻ ഫോംസ് ഒക്കെ ഒന്നും കൂടെ നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു നെപ്പോളിയനിക് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. നെപ്പോളിയനിക് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം ഒരു ഫ്രീഡം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈക്വൽ റൈറ്റ്സ് കൊണ്ടുവന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, അരിസ്റ്റോക്രസി ആൻഡ് ദ ന്യൂ മിഡിൽ ക്ലാസ്. ആരായിരുന്നു അരിസ്റ്റോക്രസി അതുപോലെ ന്യൂ മിഡിൽ ക്ലാസ് ആൾക്കാർ, എന്താണ്, സോഷ്യലി പൊളിറ്റിക്കലി ലാൻഡഡ് അരിസ്റ്റോക്രസി വാസ് ദ ഡോമിനന്റ് ക്ലാസ് ഓൺ ദ കോണ്ടിനെന്റ്. അതായത് ഡോമിനന്റ് ക്ലാസ്സിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് എന്ത് പറയുന്നത്, ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ക്ലാസ് ഷെയർ എ കോമൺ വേ ലൈഫ് കട്ടിംഗ് അക്രോസ് റീജിയണൽ ഡിവിഷൻസ്. അവിടെ എന്തായിരിക്കും, റീജിയണൽ ഡിവിഷൻസ് ഉണ്ടായിരിക്കും. പിന്നെന്താ നമ്മൾ പറയുന്നത്, മെജോറിറ്റി അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻസ് മെജോറിറ്റി എന്താണ്, പെസൻട്രി ആണ്. പിന്നെ അവിടെ എന്താണ്, ഫ്രാൻസ് ആയിരിക്കും ഓഫൺ സ്പീക്കിംഗ് ഡിപ്ലോമറ്റി ആൻഡ് ഹൈ സൊസൈറ്റി. അവരെന്താണ്, സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇച്ചിരി കൂടി വാല്യൂ ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഡൊമിനന്റ് ക്ലാസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. അവർക്ക് എന്തായിരിക്കും, ആ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ആ കൺട്രിയിൽ അല്ലെങ്കിൽ ആ ടൗൺസിൽ എന്തായിരിക്കും, അവർക്ക് ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. അതാണ് അവിടെ പറയുന്നത്, ദേ ഓണഡ് എസ്റ്റേറ്റ് ബോത്ത് ഇൻ ദ കൺട്രി സൈഡ് ആൻഡ് ടൗൺസ്. അതായത് ആ സിറ്റിയിലെയും ടൗണിലെയും എസ്റ്റേറ്റുകൾ അവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ അവരെന്ത് ചെയ്തു, അവരുടെ കാശ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വത്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ മാത്രമേ തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, ഫാമിലി കണക്ഷൻസ് വെൻ ഓഫൺ മെയിൻറ്റൈൻഡ് ത്രൂ മാരേജസ്. അപ്പൊ പുറത്തുള്ള ക്ലാസ്സിലുള്ള ഒരു ഫാമിലിയിലെ മെമ്പർ വരുമ്പോ എന്തായിരിക്കും, നമ്മുടെ സ്വത്ത് പുറത്തോട്ട് പോയി. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ആൾക്കാർക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു വിഭാഗമായിരിക്കുന്നു ലിബറൽ നാഷണലിസം എന്ന് പറയുന്നത്. ലിബറലിസം, അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വാട്ട് യു മീൻ ബൈ ലിബറലിസം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ലിബറലിസം എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഏത് വേർഡിൽ നിന്നുമാണ്, ലാറ്റിൻ വേർഡായ ലിബർ എന്നുള്ള വേർഡിൽ നിന്നുമാണ്. എന്തായിരിക്കും ലിബറലിസത്തിന്റെ മീനിങ്, ഫോർ ഫ്രീഡം അല്ലെങ്കിൽ ഫോർ ഫ്രീ സിംബലൈസ് ലിബർട്ടി ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇക്വാളിറ്റി അണ്ടർ ദ ലോ ഫോർ ദ ബർഗേണിംഗ് മിഡിൽ ക്ലാസസ്. അതായത് സ്വന്തമായിട്ട് ഫ്രീഡം വേണം. പൊളിറ്റിക്കലി പറയുകയാണെങ്കിലും എന്താണ് ലിബറലിസം എന്ന് പറയുന്നത്, എന്താണ്, അഡ്വക്കേറ്റഡ് ഫോർ ഗവേണൻസ് ബേസ്ഡ് ഓർ കോൺസെപ്റ്റ്.
അപ്പൊ 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും എന്തായിരുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇത്രയുമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് പറയുന്നത് ലിബറലിസത്തിന്റെ ആ ഒരു നാഷണൽ യൂണിറ്റി, എക്കണോമിക് പോളിസി, ലിബറലിസം പ്രിൻസിപ്പിൾസ് എന്താണ് എന്തൊക്കെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. പിന്നെ പറയുന്ന ഒരു വിഭാഗമാണ് റവല്യൂഷണറീസ്. ആരാണ് റവല്യൂഷണറീസ് എന്ന് പറഞ്ഞാല്? ആരായിരിക്കും റവല്യൂഷണറീസ് എന്ന് പറയുമ്പോൾ 1815 എന്തായിരുന്നു അവിടെ പറയുന്നത്? യൂറോപ്യൻ സ്റ്റേറ്റ്സിൽ എന്തായിരുന്നു റവല്യൂഷൻ എന്നുള്ളൊരു ഐഡിയ സ്പ്രെഡ് ചെയ്തു. എന്തായിരുന്നു റവല്യൂഷൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുസീബി മസീനി. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇറ്റാലിയൻ റവല്യൂഷണറി ആയിരുന്നു ഗുസീബി മസീനി. അദ്ദേഹം 1807 ജിയോനി ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നത്? യങ് ഇറ്റലി എന്നുള്ള ഒരു സൊസൈറ്റി കൊണ്ടുവന്നത്. സെക്കൻഡ്ലി ഫൗണ്ട് ചെയ്തതായിരുന്നു യങ് യൂറോപ്പ് വന്ന് കൊണ്ടുവന്ന ഒരു വ്യക്തി. സെക്കൻഡ്ലി വന്നൊരു സാധനമാണ് എന്ത്? യങ് യൂറോപ്പ് എന്ന് കൊണ്ടുവന്നത്. അപ്പൊ ഈ റവല്യൂഷണറീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റവല്യൂഷണറീസ് എന്ന് പറയുന്നത്? റവല്യൂഷണർ ഐഡിയ കൊണ്ടുവന്നതിന്, അല്ലാതെ എന്താണ് ഫൈറ്റ് ഫോർ ലിബർട്ടി ആൻഡ് ഫ്രീഡം, അതായത് അതിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റവല്യൂഷണറീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വിഭാഗമാണ് കൺസർവേറ്റീവ്സം. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഈ ഫ്രീഡവും ഒന്നും വേണ്ട. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ആ അബ്സല്യൂട്ട് മൊണാർക്കി സിസ്റ്റം എങ്ങനെയായിരുന്നു, ആ ഒരു ഹൈറാർക്കി എങ്ങനെയായിരുന്നു, ആ ഒരു ചർച്ച് സോഷ്യൽ ഹൈറാർക്കി എങ്ങനെയാണോ അതാണ് അവർക്ക് വേണ്ടത്. അതാണ് എന്ത് പറയുന്നത്? കൺസർവേറ്റീവ്സം. പിന്നെ പറയുന്ന ഒരു ടോപ്പിക്കാണ് കോൺഗ്രസ് ഓഫ് വിയന്ന 1850. അതിന്റെ ഒക്കെ ഇയർ ഒക്കെ പഠിച്ചിരിക്കണം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ. ജസ്റ്റ് ഒരു നമ്മളൊരു ഹാഫ് പോർഷൻസേ നോക്കിയിട്ടുള്ളൂ. നമുക്ക് ഇനിയും നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചായിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ ചാപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് പറഞ്ഞു? ഫ്രെഡറിക് സോറിയോടെ ഒരു പിക്ചറിലൂടെ ഈ ചാപ്റ്റർ തുടങ്ങി. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഫ്രഞ്ച് റവല്യൂഷൻ എന്നാന്ന് വന്നു. അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ഫ്രഞ്ച് റവല്യൂഷൻ ബിഗിൻ ചെയ്ത ഡേറ്റ് പറഞ്ഞു 1789 ആണ്. ലാ പാട്രിയ ലേ സിറ്റിയോൺ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അവർ പറഞ്ഞു നെപ്പോളിയനിക് കോഡ് എന്താന്ന് നോക്കി. പിന്നെ നമ്മൾ എന്താ നോക്കിയത്? നെപ്പോളിയനിക് കോഡ് എന്താന്ന് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്തായിരിക്കും നെപ്പോളിയനിക് കോഡ്. പിന്നെ അരിസ്റ്റോക്രസി ആരാന്ന് പറഞ്ഞു? അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റിയിൽ ഇച്ചിരി കൂടി ഒരു വിലയുള്ള, അല്ലെങ്കിൽ മീൻസ് ഡോമിനന്റ് ക്ലാസ്സിനെയാണ് നമ്മൾ അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ലിബറലിസം എന്താ? ലിബറലിസം ചോദ്യം ചോദിക്കാം, 2 മാർക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ലിബറൽ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് എന്താണ്? ലാറ്റിൻ വേർഡിൽ നിന്നുമാണെന്നുള്ളതൊക്കെ വേണം. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ്? കൺസർവേറ്റീവ്സം. പിന്നെ അതുപോലെ കോൺഗ്രസ് ഓഫ് വിയന്ന 1850. ഇത്രയും പോർഷനിലെ വർഷങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇത്രയും എടുത്ത ചാപ്റ്ററിൽ ഒന്ന് നഗ്നമായിട്ട് നോക്കുകയും ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പൊ എല്ലാവർക്കും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.